Hi dears, welcome to the session on experiential learning by Carl Ransom Rogers. അനുഭവാധിഷ്ഠിത പഠനം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതായത് ഓരോ വ്യക്തിയും അവന് ലഭ്യമാകുന്ന അനുഭവങ്ങളിലൂടെ പുതിയ അറിവുകൾ സമ്പാദിക്കുന്നെന്നും അത്തരത്തിൽ പഠനം സാധ്യമാകുന്നെന്നതുമാണ് ഈ ഒരു ലേണിംഗ് തിയറി പ്രതിപാദിക്കുന്നത്. നമുക്കറിയാം, മനുഷ്യ മനസ്സിനെക്കുറിച്ചും മനുഷ്യൻ്റെ ബുദ്ധിപരമായ വികാസത്തെ സംബന്ധിച്ചും പഠനം നടക്കുന്നതിൻ്റെ കുറിച്ചും പ്രതിപാദിക്കുന്ന ഒരുപാട് വാദങ്ങൾ അല്ലെങ്കിൽ വീക്ഷണഗതികൾ ഉത്ഭവിച്ചിട്ടുണ്ട്. നമ്മൾ മുന്നേ പരിചയപ്പെട്ട ബിഹേവിയറിസം, കോഗ്നിറ്റിവിസം, കൺസ്ട്രക്റ്റിവിസം, ഇതിലെല്ലാം പഠനം നടക്കുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് വ്യത്യസ്തമായ രീതിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ രീതിയിൽ ഓരോ മനുഷ്യൻ്റെയും ക്ഷേമത്തിന് വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ട് മാനുഷിക മൂല്യങ്ങൾക്കും അതുപോലെ മനുഷ്യരുടെ അന്തസ്സിനും അംഗീകാരം നൽകിക്കൊണ്ട് ഉത്ഭവിച്ച ഒരു പുതിയ മാതൃകയായിരുന്നു ഹ്യൂമാനിസം എന്നത്, മാനവികതാവാദം. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്നത് മാനവികതാവാദത്തിൽ നിന്നും ഉത്ഭവിച്ച ഒന്നായതുകൊണ്ട് തന്നെ നമുക്കാദ്യം എന്താണ് ഹ്യൂമാനിസം അല്ലെങ്കിൽ മാനവികതാവാദം എന്ന് കണ്ടു നോക്കാം. So before entering into detail about experiential learning, let us discuss about humanism. It's a paradigm that emerged in 1960s, focuses on the human freedom, dignity and potential. 1960കളിൽ ഉത്ഭവിച്ച മനുഷ്യൻ്റെ മൂല്യങ്ങൾക്കും മനുഷ്യൻ്റെ ക്ഷേമത്തിനും വളരെ പ്രാധാന്യം നൽകിയ ഒരു മാതൃകയായിരുന്നു ഹ്യൂമാനിസം. ഇതിൽ മനുഷ്യൻ്റെ സവിശേഷമായ ഗുണങ്ങളിൽ ഊന്നൽ നൽകുന്ന മാനവികതാവാദം വ്യക്തിപരമായ വളർച്ചയ്ക്കുള്ള ശേഷിയെയും സ്വാതന്ത്ര്യത്തെയും വളരെ പ്രാധാന്യത്തോടുകൂടി കണ്ടിരുന്നു. And this is in contrast to the behaviorist notion of operant conditioning, which argues that all behavior is a result of application of consequences. And the cognitivist psychologists believe that the discovering knowledge or constructing meaning is central to learning. നമുക്കറിയാം, behaviorist and cognitivist വ്യൂസ് ഓഫ് ലേണിംഗ്. ബിഹേവിയറിസ്റ്റിൻ്റെ വ്യൂസിൽ ലേണിംഗ് നടന്നു കഴിയുമ്പോൾ ഒരു ബിഹേവിയറൽ മോഡിഫിക്കേഷൻ നടക്കുന്നു എന്നതാണ് പറയുന്നത്. സോ ഇവിടെ ഒരു ബിഹേവിയർ ഡെവലപ്പ് ചെയ്യുന്നത് അതിൻ്റെ കോൺസിക്വൻസിനനുസരിച്ചാണ്. അതായത് ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ലഭിക്കുന്ന ഒരു കുട്ടി പിന്നീട് വീണ്ടും വീണ്ടും ആ ഒരു പ്രവൃത്തി റിപ്പീറ്റ് ചെയ്യുകയും അത്തരത്തിൽ അവനൊരു പുതിയ പഠനം സ്വായത്തമാക്കുകയും ചെയ്യുന്നു എന്നാണ് ബിഹേവിയറിസ്റ്റ് പറയുന്നത്. എന്നാൽ അവിടെ പണിഷ്മെൻറ്റ്, കുട്ടിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ശിക്ഷയാണ് ലഭിക്കുന്നതെങ്കിൽ പിന്നീട് കുട്ടി ആ ഒരു പ്രവർത്തനം ചെയ്യുന്നതല്ലെന്നും അവർ തന്നെ പറയുന്നു. എന്നാൽ കോഗ്നിറ്റിവിസ്റ്റ് പറയുന്നത് കുട്ടികൾ സ്വയം പുതിയ അറിവുകൾ നിർമ്മിക്കുന്നു എന്നതാണ്. പഠിതാക്കളെ നിർമ്മാതാക്കളായാണ് അവർ കണക്കാക്കുന്നത്. എന്നാൽ ഇതിന് രണ്ടിനും എതിരായ ഒരു കാഴ്ചപ്പാടുമായാണ് ഹ്യൂമാനിസം അല്ലെങ്കിൽ മാനവികതാവാദം ഉത്ഭവിക്കുന്നത്. ഇതിൻ്റെ കാഴ്ചപ്പാടിൽ all human beings are fundamentally good. എല്ലാ മനുഷ്യരും ശരിക്കും പറയുകയാണെങ്കിൽ അവരെല്ലാം നന്മയുടെ അംശങ്ങളാണ്, നന്മയുള്ളവരാണ് എല്ലാ മനുഷ്യരും. We all are fundamentally good people, humanists argue. We are not born evil or start out with evil intention. ഒരു മനുഷ്യനും ആരും ഒരു തരത്തിലുള്ള തിന്മയുമായി അല്ലെങ്കിൽ ദുഷിച്ച ചിന്തയുമായി ജനിച്ചു വീഴുന്നില്ല. ആൻഡ് വി ഓൾ seem to want the best for ourselves and our tribe. അതുമാത്രമല്ല, നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തം പുരോഗതിക്ക് വേണ്ടിയും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയും എത്ര വേണമെങ്കിലും പ്രയത്നിക്കുവാൻ തയ്യാറുമാണ്. The humanist theory of teaching and learning is an educational theory that believes in teaching the whole child. A humanist approach will have a strong focus on students' emotional well-being and eternally view children as innately good at the core. അതുകൊണ്ട് തന്നെ അവർ പറയുന്നു, മുന്നിലിരിക്കുന്ന ഓരോ കുട്ടികളും ഓരോ വിദ്യാർത്ഥിയും they are innately good at the core. അവരെ ശരിയായി നോക്കുകയാണെങ്കിൽ അവരുടെ ഉള്ളിലെല്ലാം നന്മയുടെ അംശങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്നതിലൂടെ ഒരു കുട്ടിയുടെ മുഴുവനുമായുള്ള ഒരു വളർച്ച, ഹോൾ ചൈൽഡ് എന്നതാണ് അവർ പറയുന്നത്, ഒരു കുട്ടിയെ മുഴുവനുമായി പരിഗണിച്ചുകൊണ്ട് അവൻ്റെ എല്ലാ മേഖലയിലും അവൻ്റെ എല്ലാ തലത്തിലുമുള്ള വളർച്ച സാധ്യമാക്കാൻ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നൽകി അവനെ നല്ല തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ പുതിയ അറിവുകൾ സ്വായത്തമാക്കാൻ സഹായിക്കുകയാണ് ചെയ്യേണ്ടത്. Humanists argue that
പീപ്പിൾ ഷുഡ് സ്റ്റോപ്പ് സീയിങ് ലേണേഴ്സ് ആസ് ഡിഫങ്ക്ഡ് ഓർ ഇൻ ഡെഫിസിറ്റ്. നമുക്കറിയാം, നമുക്ക് ചുറ്റുമുള്ള കുട്ടികൾ പലപ്പോഴും പല പ്രവർത്തനങ്ങളും ചെയ്യാൻ വിമുഖത കാണിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ചെയ്യാൻ സാധിക്കാത്തവരുണ്ട്. എന്നാൽ ഇത്തരത്തിൽ മുന്നിലിരിക്കുന്ന കുട്ടികളെ ഒരിക്കലും അവരെ പ്രവർത്തനാക്ഷമരല്ല എന്ന പേരിലോ അല്ലെങ്കിൽ പ്രവർത്തനരഹിതരെന്നോ അല്ലെങ്കിൽ കഴിവു കെട്ടവരെന്നോ പറഞ്ഞ് ഒരിക്കലും അവഹേളിക്കരുതെന്ന് ഹ്യൂമാനിസ്റ്റ് പറയുന്നു. ഇൻസ്റ്റഡ് ഹ്യൂമാനിസ്റ്റ് ഫോക്കസ് ഓൺ ഹൗ വി കുഡ് ഹെൽപ്പ് ദ ലേണേഴ്സ് ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ അവർ സെൽസ്. ഓരോ കുട്ടികൾക്കും ഓരോ തരത്തിലുള്ള ചിന്തകളാണുള്ളത്. അവരുടെ വൈജ്ഞാനിക മേഖലയിലും അവരുടെ വൈകാരിക മേഖലയിലും പലതരത്തിലുള്ള വ്യത്യാസങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയിലെയും അവരുടെ നിലവാരത്തിന് അനുയോജ്യമായ രീതിയിൽ അവരെ കണ്ടു മനസ്സിലാക്കി അവരിൽ പൂർണ്ണമായ ഒരു വളർച്ച അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം സാധ്യമാകാൻ പറ്റുമോ അത്തരത്തിൽ അവരെ വളർത്തിയെടുക്കുവാൻ സഹായിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. മുന്നിലിരിക്കുന്ന കുട്ടികളെ കഴിവുകെട്ടവരെന്നോ അല്ലെങ്കിൽ പ്രവർത്തനം ചെയ്യാൻ സാധ്യമല്ലാത്തവരെന്നോ പറഞ്ഞ് നമ്മൾ അവരെ ഉപേക്ഷിക്കുന്നതിന് പകരം അവരിൽ എന്താണോ ഉള്ളത് അത് കണ്ടെത്തി അവരുടെ മാക്സിമം പൊട്ടൻഷ്യൽ അവരെ കൊണ്ട് സാധ്യമാക്കാവുന്ന ഉയർന്ന രീതിയിലെത്താൻ അവരെ സഹായിക്കുകയാണ് വേണ്ടതെന്ന് ഹ്യൂമാനിസ്റ്റ് പറയുന്നു. ഇവിടെ കാണാം നമുക്ക് രണ്ട് ചെറിയ കുഞ്ഞുങ്ങളെ. വൺ ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഫ്രസ്ട്രേഷൻ ആൻഡ് ദ അതർ വൺ ഈസ് സോ സാഡ്. യു ജസ്റ്റ് ഇമാജിൻ, നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഇത്തരത്തിൽ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയി അല്ലെങ്കിൽ വളരെ ദേഷ്യത്തോടു കൂടി അല്ലെങ്കിൽ വളരെ സങ്കടത്തോടു കൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ പഠനം സാധ്യമാകാൻ എത്രത്തോളം ശതമാനം സാധ്യമാകുമായിരിക്കും? നമുക്ക് പറയാം ഒട്ടും തന്നെ അവിടെ പഠനം സാധ്യമാകുന്നില്ല. കാരണം അവിടെ ഇമോഷൻസ്, അവിടെ കുട്ടികളുടെ വികാരത്തെ നമ്മൾ മാനിക്കുകയാണെങ്കിൽ പഠനം നടക്കാനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ല. ഇഫ് യു ആർ ഗ്രംപി, സാഡ്, ഫ്രസ്ട്രേറ്റഡ് ഓർ ഡിസ്ട്രസ്, യു ആർ പ്രോബബ്ലി നോട്ട് ഗോയിങ് ടു ലേൺ ടു വെൽ. സോ മുന്നിലിരിക്കുന്ന കുട്ടികൾ കോപാകുലരായി, ദേഷ്യം, ഗ്രംപി അല്ലെങ്കിൽ എന്തെങ്കിലും സങ്കടത്തോടു കൂടി അല്ലെങ്കിൽ മറ്റു അസന്തുലിതാവസ്ഥയിലാണ് അവർ ഇരിക്കുന്നതെങ്കിൽ അവിടെ പഠനം സാധ്യമാകുവാൻ ഒട്ടും തന്നെ സാധ്യതയില്ല. സോ ഹ്യൂമാനിസ്റ്റ് തിങ്ക് വി ഷുഡ് പേ അറ്റൻഷൻ ടു ഇമോഷൻസ്. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ അത്തരം അനുഭവങ്ങളിലിരിക്കുന്നവർ അല്ലെങ്കിൽ അത്തരം വികാരങ്ങളിലിരിക്കുന്നവർക്ക് പഠനം സാധ്യമാകാത്തത് കൊണ്ട് തന്നെ വി ഷുഡ് പേ അറ്റൻഷൻ ടു ഇമോഷൻസ് ആൻഡ് മേക്ക് ഷുവർ അവർ ലേണേഴ്സ് ആർ ഫീലിംഗ് പോസിറ്റീവ്, റിലാക്സ്ഡ് ആൻഡ് കംഫർട്ടബിൾ. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലായ്പ്പോഴും ഒരു പഠനം തുടങ്ങുന്നതിന് മുൻപായി മുന്നിലിരിക്കുന്ന കുട്ടികളുടെ വികാരങ്ങളെ മാനിക്കുകയും അവരുടെ ഫീലിങ്സ് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ എന്ന് കണ്ടറിഞ്ഞ് അവരെല്ലാവരും ശരിയായ ഒരു രീതിയിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ അത് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ പഠന പ്രവർത്തനങ്ങൾ നൽകാവൂ. ദീസ് ആർ ദ ഇമോഷൻസ് ദാറ്റ് വിൽ മേക്ക് ഓൾ ഓഫ് us റെഡി ടു ലേൺ. സോ ഇത്തരം ഒരു റിലാക്സ്ഡ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു കംഫർട്ടബിൾ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ മാത്രമേ ലേണിംഗ് ഇഫക്റ്റീവായി നടക്കുകയുള്ളൂ. In fact, humanists think other theories like behaviorist, cognitivist and socio-cultural theories don't pay enough attention to emotions, while other theories pay attention to things like social, cognitive learning, that is mental processing. So, humanist പറയുന്നത് മറ്റു വക്താക്കളായ ബിഹേവിയറിസ്റ്റ്, കൊഗ്നിറ്റിവിസ്റ്റ്, അതുപോലെ സോഷ്യൽ കൾച്ചറൽ തിയറിസ്റ്റ് അവരെല്ലാം മനുഷ്യൻ്റെ വികാരങ്ങളെ പലപ്പോഴും പൂർണ്ണമായും അവഗണിച്ചു. They always pay attention to things like social and cognitive learning. അവർ പലപ്പോഴും വൈജ്ഞാനിക മേഖലയിലുള്ള വികാസത്തെക്കുറിച്ചും അല്ലെങ്കിൽ സാമൂഹിക വികാസത്തെക്കുറിച്ചും മാത്രമാണ് കണക്കാക്കിയിരുന്നത്. And humanists seem to overlook that our emotions have a real important impact on how well we learn. So എത്ര നല്ലതായാണ് നമ്മൾ പഠിക്കുന്നത് എന്നത് നമ്മളുടെ മാനസികാവസ്ഥയെയും നമ്മളുടെ വികാരത്തെയും അനുസരിച്ചിരിക്കും. നല്ലൊരു രീതിയിൽ നല്ലൊരു വൈകാരിക അവസ്ഥയിലാണ് കുട്ടികൾ നമ്മുടെ ക്ലാസ്സുകളിൽ ഇരിക്കുന്നതെങ്കിൽ നമുക്കുറപ്പായും കുട്ടികളിൽ സുഗമമായ പഠനം ഉറപ്പാക്കാൻ സാധ്യമാകും. The key perspectives of humanism are as follows. So ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ മേജർ പെർസ്പെക്റ്റീവ്സ് ആണ്. The first one is that people have a natural desire to learn in order to achieve self-actualization. So ഇതിൽ ആദ്യം പറയുന്നു എല്ലാ വ്യക്തികൾക്കും അന്തർലീനമായ ഒരു ഉള്ളിൽ തന്നെയുള്ള ഒരു ഡിസയർ അല്ലെങ്കിൽ ഒരു ആഗ്രഹം ഉണ്ട്. എന്തിനു വേണ്ടി? പഠിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹം എല്ലാ വ്യക്തിയിലും ഉണ്ട്. അതായത് ഓരോ വ്യക്തിയിലും പഠിക്കാനുള്ള പ്രവണത ഉള്ളിൽ തന്നെ ഉണ്ടെന്നതാണ്. ഓരോ വ്യക്തിയിലും പഠിക്കാനുള്ള താല്പര്യം
എല്ലാവരിലും ഉള്ളത് തന്നെയാണ്. സോ പീപ്പിൾ ഹാവ് എ നാച്ചുറൽ ഡിസയർ ടു ലേൺ ഇൻ ഓർഡർ ടു അച്ചീവ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഇത്തരം പഠനത്തിലൂടെ സ്വയം ആത്മസാക്ഷാത്കാരം നേടിയെടുക്കാൻ ഓരോ ആളുകൾക്കും ഒരു നാച്ചുറൽ ടെൻഡൻസി തന്നെയുണ്ട്. ഇറ്റ് ഈസ് നോട്ട് എ ഔട്ട്കം ദാറ്റ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് ഇറ്റ് സെൽഫ്. ഇതിൻ്റെ അടുത്തൊരു മേജർ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അവസാനം എന്താണോ അതിൽ നിന്നും കിട്ടുന്നത് ആ പ്രൊഡക്റ്റിലല്ല, അതിൻ്റെ പ്രോസസ്സ് പഠന പ്രവർത്തനത്തിലായിരിക്കണം കൂടുതൽ ഊന്നൽ നൽകേണ്ടതെന്ന് ഹ്യൂമാനിസ്റ്റ് പറയുന്നു. ദ സ്റ്റുഡൻസ് ദെംസെൽസ് ഷുഡ് ബി ഇൻ കൺട്രോൾ ഓഫ് ദിയർ ലേണിംഗ് ആൻഡ് ഇറ്റ് ഷുഡ് ബി അച്ചീവ്ഡ് ത്രൂ ഒബ്സർവിങ് ആൻഡ് എക്സ്പ്ലോറിങ്. അതുപോലെ തന്നെ കുട്ടികൾ സ്വയം അവരുടെ പഠന പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പങ്കാളികളായി അവരതിനെ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് പുതിയ കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് പുതിയ പല ആശയങ്ങളും അല്ലെങ്കിൽ പുതിയ പുതിയ അറിവുകളും സ്വായത്തമാക്കേണ്ടതുണ്ട്. The teacher should be an encouraging role model, motivating, guiding and supporting students on their own personal journey. അവിടെ ഒരു അധ്യാപിക എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു നല്ല മോഡലായിരിക്കണം. സോ എ റോൾ മോഡൽ ഫോർ ദം, നല്ലൊരു മാതൃകയായിരിക്കണം. എല്ലാ തരത്തിലും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് പുതിയ അല്ലെങ്കിൽ അവർക്ക് ഉയർച്ചയിലേക്ക് കയറാൻ അവരെ പ്രേരിപ്പിച്ചുകൊണ്ട് അവർക്ക് പൂർണ്ണമായ പിന്തുണയും നൽകിക്കൊണ്ട് അവരുടെ ജീവിതയാത്രയിൽ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫെസിലിറ്റേറ്ററായി ഒരു അധ്യാപിക വർത്തിക്കേണ്ടതുണ്ട്. ഇൻ ഹ്യൂമാനിസം ലേണിംഗ് ഈസ് സ്റ്റുഡൻറ് സെൻറ്റേർഡ് ആൻഡ് പേഴ്സണലൈസ്ഡ്. സോ ഹ്യൂമാനിസം പറയുന്നു പഠനം എന്ന് പറയുമ്പോൾ അത് വിദ്യാർത്ഥി കേന്ദ്രീകൃതമാകണമെന്ന്. കുട്ടികൾക്കായിരിക്കണം അവിടെ പ്രാധാന്യം നൽകേണ്ടത്. പേഴ്സണലൈസ്ഡ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ വ്യക്തിക്കും അനുയോജ്യമായ രീതിയിൽ. നമുക്കറിയാം ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ഓരോ കുട്ടികളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരിക്കും. അവരുടെ ബുദ്ധിപരമായ മേഖലയിലും അല്ലെങ്കിൽ അവരുടെ വൈകാരിക മേഖലയിലായാലും എല്ലാ തരത്തിലും കുട്ടികൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരിക്കും. സോ ഓരോ കുട്ടികളുടെയും വ്യത്യാസങ്ങളെ കണക്കാക്കിക്കൊണ്ട് അവർക്ക് എല്ലാവർക്കും ഒരു ഇൻഡിവിജ്വലൈസ് സപ്പോർട്ട് അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും അനുയോജ്യമാകുന്ന രീതിയിൽ പഠനം നടക്കേണ്ടതുണ്ട്. ദ എഡ്യൂക്കേറ്റേഴ്സ് റോൾ ഈസ് ദാറ്റ് ഓഫ് എ ഫെസിലിറ്റേറ്റർ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു അധ്യാപിക എന്ന് പറയുമ്പോൾ കുട്ടികളെ ഗൈഡ് ചെയ്യുന്ന അവർക്ക് വേണ്ടുന്ന പിന്തുണ നൽകുന്ന ഒരു ഫെസിലിറ്റേറ്റർ മാത്രമായാണ് പ്രവർത്തിക്കേണ്ടത്. ദി ഗോൾ ഈസ് ടു ഡെവലപ്പ് സെൽഫ് ആക്ച്വലൈസ് പീപ്പിൾ ഇൻ എ കോപ്പറേറ്റീവ് സപ്പോർട്ടീവ് എൻവിറോൺമെൻറ്റ്. സോ ഇതിൻ്റെ മുഖ്യമായ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഓരോ വ്യക്തികളെയും ആത്മസാക്ഷാത്കാരം സാധ്യമാക്കാൻ സഹായിക്കുക എന്നത് തന്നെയാണ്. സഹകരണം എളുപ്പമാകുന്ന അല്ലെങ്കിൽ സഹകരിക്കുന്ന നല്ല വ്യക്തികളാക്കി മാറ്റുവാനും ഇത്തരത്തിലൂടെ സാധിക്കുമെന്ന് ഹ്യൂമാനിസം പറയുന്നു. ദേ സെൻറ്റർ ഓൺ ദ ലേണർ ആസ് ആൻ ഇൻഡിവിജ്വൽ ആൻഡ് കൺസിഡർ ദാറ്റ് ലേണിംഗ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ ഇൻ്റലക്ട് ബട്ട് ഓൾസോ അബൌട്ട് എഡ്യൂക്കേറ്റിംഗ് ദ ഹോൾ പേഴ്സൺ, ടേക്കിംഗ് എ പേഴ്സൺസ് ഇൻട്രസ്റ്റ്, ഗോൾ, enthusiasm into account so that full potential can be achieved. സോ ഇതനുസരിച്ച് ഓരോ കുട്ടികളുടെയും വ്യത്യാസങ്ങളെ പരിഗണിച്ചുകൊണ്ട് അവർക്കുതകുന്ന രീതിയിൽ ബുദ്ധിപരമായ വളർച്ചയ്ക്ക് മാത്രമല്ല അവരുടെ എല്ലാ മേഖലയിലുമുള്ള വളർച്ച ഉറപ്പാക്കുന്ന രീതിയിൽ, അതാണ് ഹോൾ പേഴ്സൺ അപ്രോച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കുട്ടിയെ മുഴുവനുമായാണ് നമ്മൾ അവിടെ കണക്കാക്കുന്നത്. അവൻ്റെ എല്ലാ മേഖലയിലും ബുദ്ധിപരമായ മേഖല മാത്രമല്ല എല്ലാ മേഖലയിലും ശരിയായ വികാസം സാധ്യമാക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള പഠന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടപ്പാക്കുന്നത്. And the major goal, the primary goal of a humanistic education is human well-being, including the primacy of human values, the development of human potential and the acknowledgement of human dignity. അപ്പോൾ ഇതിൻ്റെ മുഖ്യ ലക്ഷ്യം എന്നതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? നമുക്ക് പറയാം ഒരു ഹ്യൂമൻ വെൽബീയിങ്, അതായത് മനുഷ്യരുടെ ക്ഷേമം എന്നതിന് തന്നെയാണ് ഇത് വളരെ പ്രാധാന്യം നൽകുന്നത്. ഇൻക്ലൂഡിങ് ദ പ്രൈമസി ഓഫ് ഹ്യൂമൻ വാല്യൂസ്, അതായത് മാനുഷിക മൂല്യങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് പ്രാഥമികത നൽകിക്കൊണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ ആൻഡ് എക്നോളജ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ഡിഗ്നിറ്റി, മനുഷ്യരുടെ അന്തസ്സിനെ അംഗീകരിച്ചുകൊണ്ട് മനുഷ്യരിൽ ക്ഷേമം നടപ്പാക്കുക എന്നതാണ് ഹ്യൂമാനിസ്റ്റിക് എഡ്യൂക്കേഷൻ്റെ മുഖ്യമായ ലക്ഷ്യം. Humanists also believe that it is necessary to study the person as a whole, especially as an individual grows and develops over the lifespan. നമുക്കറിയാം ഓരോ ഘട്ടത്തിലുമുള്ള വ്യക്തിക്ക് ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അവൻ്റെ ബുദ്ധിപരമായ വികാസത്തിലും അവൻ്റെ മറ്റു വൈകാരിക മേഖലയിലും എല്ലാം ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വ്യക്തിയിലെ വ്യത്യാസങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവൻ്റെ ഈ ഒരു ഹോൾ അപ്രോച്ച്, അവനെ മുഴുവനുമായി മനസ്സിലാക്കിക്കൊണ്ട് ഓരോ കുട്ടിയെയും മുഴുവനുമായി പരിഗണിച്ചുകൊണ്ട് അവൻ്റെ എല്ലാ മേഖലയിലും സംയോജിതമായ ഒരു വികാസം വരുത്തുന്ന തരത്തിലുള്ള പഠനമാകണം നടക്കേണ്ടത്.
ആൻഡ് നൗ വി ആർ മൂവിങ് ടു ദ കീ പ്രൊപ്പണൻസ് ഓഫ് ഹ്യൂമാനിസം. ഇതിൻ്റെ മുഖ്യ വക്താക്കൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം Carl Rogers, and the next one is Abraham Maslow. So these two are the eminent personalities or the proponents of humanism. So the primary purpose of humanism could be described as a development of self-actualized autonomous people. ഇത് തന്നെയാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. ഹ്യൂമാനിസം അല്ലെങ്കിൽ മാനവികതാവാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യരിലെ ക്ഷേമത്തിനു വേണ്ടി, അതുപോലെ അവനിൽ ആത്മസാക്ഷാത്കാരം നേടിയെടുക്കാൻ സഹായിച്ചുകൊണ്ട് ഒരു രീതി അവനു മുന്നിലേക്ക് കൊടുക്കുക എന്നത് തന്നെയാണ് ഇതിൻ്റെ മുഖ്യ ലക്ഷ്യം. At first let us discuss about Abraham Maslow and his famous hierarchy of needs. Hierarchy of needs, Maslow's hierarchy of needs എന്നത് വളരെയധികം പ്രാധാന്യമുള്ള എഡ്യൂക്കേഷണൽ ഫീൽഡിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് ഹൈറാർക്കി. Maslow created the hierarchy of needs after examining the lives of a group of highly successful people including Mahatma Gandhi, Albert Einstein, Abraham Lincoln and Roosevelt. So ഒരുപാട് വ്യക്തികളെ വളരെയധികം അവരുടെ ജീവിതത്തെ നിരീക്ഷിച്ചുകൊണ്ടും കണ്ടെത്തിയ ഒരു രൂപം ആണ് അദ്ദേഹം ആക്ച്വലി ഈ ഹൈറാർക്കിയിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്നത്. അക്കോർഡിംഗ് ടു മാസ്ലോ, ഈച്ച് ഓഫ് ദീസ് സക്സസ്ഫുൾ പീപ്പിൾ had each of these needs fulfilled, which let them climb to the top of a pyramid and reach actualization. അതായത് ഓരോ വ്യക്തിക്കും ഓരോ ഘട്ടങ്ങളിലും ഓരോ ആവശ്യങ്ങൾ ഉണ്ടാകുന്നു, നീഡ്സ്. ഈ നീഡ്സ് അല്ലെങ്കിൽ ഇവരുടെ ആവശ്യങ്ങൾ അത് ഫുൾഫിൽ ചെയ്യുമ്പോൾ മാത്രമാണ് അവൻ അടുത്ത നീഡ്സ്, അവൻ്റെ അടുത്ത ലെവൽ നീഡ്സിലേക്ക് മാറിപ്പോകുന്നത്. പിന്നീട് അവൻ അവൻ്റെ നീഡ്സിലേക്ക് പോകുന്നു. സോ ഇത്തരത്തിൽ ഈ നീഡ്സിനെ ക്ലാസിഫൈ ചെയ്തുകൊണ്ട് ഇതിനെ ഒരു പിരമിഡിക്കൽ ഷേപ്പിൽ അദ്ദേഹം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പരമമായ ലക്ഷ്യം അല്ലെങ്കിൽ ഇതിൻ്റെ അവസാനം എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ എന്നത് തന്നെയാണ്. ഹ്യൂമാനിസ്റ്റ് അല്ലെങ്കിൽ മാനവികവാദം പറയുന്നത് പോലെ തന്നെ ഓരോ വ്യക്തിയിലും ആത്മസാക്ഷാത്കാരം സാധിച്ചെടുക്കാൻ തരത്തിലാണ് ഇവിടെ നീഡ്സ് അല്ലെങ്കിൽ ആവശ്യങ്ങൾ കൊണ്ടുള്ള ഈ ഒരു ഹൈറാർക്കി അദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കിത് കാണാം. അദ്ദേഹം നിർമ്മിച്ച ഈ ഒരു ഹൈറാർക്കി ഇവിടെ താഴെയായി നമുക്ക് കാണാം ഫിസിയോളജിക്കൽ നീഡ്സ്. അതായത് ഓരോ വ്യക്തിക്കും ആദ്യമായി അവന് വേണ്ടുന്നത് അവൻ്റെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ അത് നടത്തി കിട്ടുക എന്നത് തന്നെയാണ്. സോ അതിനെയാണ് നമുക്ക് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത്. ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും ഉറക്കെ കരയുന്നത് അവന് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുവാൻ വേണ്ടിയാണ്. സോ അന്ന് മുതലുള്ള ആ കരച്ചിൽ അവൻ്റെ ആ ഫിസിയോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പുകളിലും ഉണ്ടായിരിക്കുന്നതാണ്. സോ അവിടെ ഒരു ഫിസിയോളജിക്കൽ നീഡ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ മാത്രമാണ് അവൻ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് കയറി പോകുന്നത്. അതായത് സേഫ്റ്റി നീഡ്സ് എന്ന് പറയുന്നു. ശരീരത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും ശരിയായ രീതിയിൽ നടത്തി കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഗെറ്റ്സ് ഫുൾഫിൽഡ് ദെൻ ഹി മൂവ്സ് ടു ദ നെക്സ്റ്റ് ലെവൽ, ദാറ്റ് ഇസ് സേഫ്റ്റി ലെവൽ. സോ അവിടെ വരുമ്പോൾ ഓരോ കുട്ടിയും ആഗ്രഹിക്കുന്നത് ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു സേഫ്റ്റി ഫീലിംഗ് ആണ്. താൻ സ്വയം ഒരു നല്ല സെക്യൂർഡാണ് അല്ലെങ്കിൽ സുരക്ഷിതരാണ് എന്ന ഒരു ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ അവിടെ കുട്ടിയുടെ ആ നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്നുള്ളൂ. അവിടെ സെക്യൂരിറ്റി ഓഫ് ബോഡി, എംപ്ലോയ്മെൻറ്റ് ഓഫ് റിസോഴ്സസ്, ഓഫ് മൊറാലിറ്റി, ഓഫ് ദ ഫാമിലി, ഓഫ് ഹെൽത്ത്, ഓഫ് പ്രോപ്പർട്ടി. അപ്പോൾ നമുക്ക് പലയിടങ്ങളിലും അല്ലെങ്കിൽ പല തരത്തിലുള്ള സെക്യൂരിറ്റി, പല തരത്തിലുള്ള സുരക്ഷിതത്വം നമുക്ക് ആവശ്യമായി വരും. ഈ സുരക്ഷിതത്വം എല്ലാം നേടിയെടുക്കുമ്പോൾ അടുത്ത നമ്മൾ ആഗ്രഹിക്കുന്നത് ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് എന്നത് തന്നെയാണ്. അതായത് സ്നേഹം ആഗ്രഹിക്കുന്നു. സോ അവിടെ ലവ് ഫ്രം ദ ഫാമിലി, ലവ് ഫ്രം ഫ്രണ്ട്ഷിപ്പ് ആൻഡ് സെക്ഷൽ ഇൻറ്റിമസി. സോ ഇത്തരത്തിൽ ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡ്സ് അതും സാറ്റിസ്ഫൈ ചെയ്ത് കഴിയുമ്പോൾ അടുത്തതായി വ്യക്തി ആഗ്രഹിക്കുന്നത് സെൽഫ് എസ്റ്റീം എന്നത് തന്നെയാണ്. സെൽഫ് എസ്റ്റീം അതായത് ആത്മാഭിമാനം. സോ പിന്നീട് ഒരു വ്യക്തി വിചാരിക്കുന്നത് കൂടുതൽ ഉയർച്ചയിലേക്ക് എത്താനും മറ്റുള്ളവരുടെ ബഹുമാനം അത് ലഭ്യമാകുന്ന രീതിയിൽ സ്വയം വളർച്ചയിലേക്ക് ഉള്ള ഒരു പാത കൂടിയാണ് ഈ സെൽഫ് എസ്റ്റീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്നും വ്യക്തി കടക്കുന്ന അടുത്ത ഒരു ലെവൽ എന്ന് പറയുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. സോ ഓരോ വ്യക്തികളെയും സെൽഫ് ആക്ച്വലൈസേഷൻ സ്റ്റേജിലേക്ക്, അതായത് ആത്മസാക്ഷാത്കാരം നേടിയെടുക്കാൻ ഓരോ വ്യക്തികളെയും പ്രാപ്തനാക്കുക എന്നത് തന്നെയാണ് അബ്രഹാം മാസ്ലോവും അതുപോലെ തന്നെ കാൾ റോജേഴ്സും മാനവികവാദത്തോട് യോജിച്ചുകൊണ്ട് അവരുടെ തിയറികളിൽ പറയുന്നത്. And now we are going to see in detail the experiential learning of the session. So Carl Rogers at first distinguished two types of learning. So at first അദ്ദേഹം പറയുന്നു രണ്ട് തരത്തിൽ പഠനം നടക്കുന്നുണ്ടെന്ന്. അതായത് കോഗ്നിറ്റീവ് ലേണിംഗ് ആൻഡ് ദ സെക്കൻഡ് വൺ ഹി കോൾ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. കോഗ്നിറ്റീവ് ലേണിംഗ് നമുക്കറിയാം, വൈജ്ഞാനിക വികാസത്തെ സംബന്ധിച്ച് ഒരുപാട് സിദ്ധാന്തങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. സോ അവിടെ എല്ലാം പറയുന്നത് ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ
എങ്ങനെയാണ് വൈജ്ഞാനിക മേഖലയെ വികസിപ്പിക്കുക എന്നതാണ്. സോ അവിടെ പറയുന്ന ലേണിംഗ് അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ലേണിംഗ്, റോജേഴ്സ് പറയുന്നു it is meaningless learning, and he says experiential learning is always significant, and he describes the cognitive learning as it corresponds to academic knowledge such as memorization of vocabulary, chemical formula or multiplication tables. സോ വെറുതെ ഉരുവിട്ടുകൊണ്ട് മനഃപ്പാഠമാക്കുന്ന, പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും മനഃപ്പാഠമാക്കുന്നുണ്ട്, വൊക്കാബുലറി, പുതിയ വേർഡ്സ്, അതുപോലെ ചിലപ്പോഴെല്ലാം കെമിക്കൽ ഫോർമുലാസ്, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ്. സോ ഇതെല്ലാം നമ്മൾ കുട്ടികൾ മനഃപ്പാഠമാക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ മനഃപ്പാഠമാക്കുന്നത് തീർത്തും അർത്ഥമില്ലാത്തതാണെന്ന് അല്ലെങ്കിൽ അർത്ഥശൂന്യമാണെന്നാണ് റോജേഴ്സ് പറയുന്നത്. അദ്ദേഹം അതിനെ കൊഗ്നിറ്റീവ് ലേണിംഗ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ഈസ് അബൌട്ട് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. അതായത് ഇറ്റ് റെഫേഴ്സ് ടു അപ്ലൈഡ് നോളജ് ദാറ്റ് കംസ് ഫ്രം ഡൂയിങ്. വായിച്ചു പഠിക്കുന്ന അല്ലെങ്കിൽ വായിച്ചു മനഃപ്പാഠമാക്കിയ പഠനമല്ല അവിടെ നടക്കുന്നത്. കുട്ടി പലതും പ്രവർത്തിച്ചുകൊണ്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. സോ പ്രവർത്തനങ്ങളിലൂടെ പഠിക്കുമ്പോൾ കുട്ടി പുതിയ അറിവുകൾ നേടിയെടുക്കുന്നു. അത്തരം പ്രവർത്തനങ്ങളിലൂടെ ഉള്ള പഠനത്തെയാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. സോ ഈ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് അതാണ് വളരെ പ്രാധാന്യം അർഹിക്കുന്നതെന്ന് റോജേഴ്സ് പറയുന്നു. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് അഡ്രസ്സസ് ദ നീഡ്സ് ആൻഡ് വാട്ട്സ് ഓഫ് ദ ലേണേഴ്സ്. അദ്ദേഹം പറയുന്നത് എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിലൂടെ ഓരോ കുട്ടിക്കും കുട്ടിയുടെ ആവശ്യങ്ങൾ അത് കുട്ടിക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നതാണ്. സോ അവിടെ വെറും ഒരു അറിവ് സമ്പാദിക്കുക മാത്രമല്ല, ആ അറിവ് എങ്ങനെ കുട്ടിക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ അതിനെ ശരിയായ രീതിയിൽ ജീവിതത്തിൻ്റെ ഓരോ വഴികളിലും എങ്ങനെയാണ് സമ്പാദിച്ച അറിവുകൾ ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കുട്ടി പഠിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ നീഡ്സ് അല്ലെങ്കിൽ അവൻ്റെ ആവശ്യങ്ങളെ അത് ശരിയായ രീതിയിൽ തന്നെ കാണുന്നു. And the next one he says experiential learning is equivalent to personal change and growth. experiential learningലൂടെ ഓരോ വ്യക്തിയിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു, അവനിൽ ഒരുപാട് വളർച്ചയുണ്ടാകുന്നു. And Rogers lists these qualities of experiential learning. Now we are going to discuss about the qualities he mentioned. So അദ്ദേഹം experiential learningൽ കുറച്ച് qualities പറയുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം അതിനെ 5 elements എന്നും പറയുന്നുണ്ട്. 5 qualities അല്ലെങ്കിൽ 5 elements. അതിലെ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് it has a quality of personal involvement. So experiential learning എന്ന് പറയുമ്പോൾ it has a quality of personal involvement. The second one, it is self-initiated, it is pervasive, then it is evaluated by the learner, and its essence is meaning. So these are the 5 elements of 5 qualities mentioned by Rogers. So let us see it in detail. First one, he says it has a quality of personal involvement. അതായത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് അല്ലെങ്കിൽ പ്രവർത്തനത്തിലൂടെ അനുഭവത്തിലൂടെ കുട്ടി പഠിക്കുമ്പോൾ അവിടെ കുട്ടിയുടെ മുഴുവനുമായ ഒരു പങ്കാളിത്തം ഉറപ്പാകുന്നു. അവിടെ കുട്ടി ശരിയായി അതിൽ പങ്കെടുത്തുകൊണ്ട് അവിടെ പഠനം നടക്കുന്നു. ഇവിടെ കുട്ടിയുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് കുട്ടി മാനസികമായും ശാരീരികമായും എല്ലാ തരത്തിലും കുട്ടി അവിടെ പങ്കെടുക്കുന്നുണ്ട് ആ പ്രവർത്തനങ്ങളിൽ. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഉറപ്പിക്കാം ആ പഠന പ്രവർത്തനം അല്ലെങ്കിൽ ആ പഠനത്തിലൂടെ കുട്ടി നേടിയെടുക്കുന്ന അറിവ് ഉറപ്പായും ഫലപ്രദമാകുമെന്ന്. ആൻഡ് ദ സെക്കൻഡ് ഹി സേസ് ഇറ്റ് ഇസ് സെൽഫ് ഇനീഷ്യേറ്റഡ്. അതായത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പ്രവർത്തനത്തിലൂടെ അനുഭവത്തിലൂടെ കുട്ടി പഠിക്കുമ്പോൾ പലപ്പോഴും അവിടെ കുട്ടി തന്നെയാണ് ആ ഒരു പഠനത്തിന് മുന്നൊരുക്കം നടത്തുന്നത്, അല്ലെങ്കിൽ കുട്ടി അവിടെ വളരെയധികം താല്പര്യത്തോടു കൂടിയാണ് അവിടെ പഠനം നടത്തുന്നത്. ഈവൻ വെൻ ദ സ്റ്റിമുലസ് കംസ് ഫ്രം ദ ഔട്ട്സൈഡ്. പലപ്പോഴും ക്ലാസ്സുകളിൽ നമ്മൾ പഠന പ്രവർത്തനങ്ങൾ അധ്യാപകർ കൊടുക്കുമ്പോൾ സ്റ്റിമുലസ് എന്ന് പറയുന്നത് പുറത്തുനിന്ന് വരുന്നതാകാം. എങ്കിലും ദ സെൻസ് ഓഫ് ഡിസ്കവറി ഓഫ് റീച്ചിങ് ഔട്ട്, എങ്കിലും ഇതിൽ പലതിനെയും കണ്ടെത്തണമെന്നതും അതുപോലെ അറിയാത്ത പല കാര്യങ്ങളും മനസ്സിലാക്കണമെന്നതും കുട്ടി സ്വയം ഉറപ്പിക്കുന്ന ഒന്നതാണ്. അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് സെൽഫ് ഇനീഷ്യേറ്റഡ്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഇസ് പെർവേസീവ്. പെർവേസീവ് എന്ന് പറയുമ്പോൾ സർവ്വവ്യാപി അല്ലെങ്കിൽ വ്യാപകം എന്ന് പറയാം. സിഗ്നിഫിക്കൻറ്റ് ലേണിംഗ് മേക്സ് എ ഡിഫറൻസ് ഇൻ ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്സ്, പെർഹാപ്സ് ഈവൻ ദ പേഴ്സണാലിറ്റി ഓഫ് ദ ലേണർ. സോ ഇത്തരത്തിൽ പഠനം നടക്കുമ്പോൾ അനുഭവാധിഷ്ഠിതമായ പഠനത്തിലൂടെ ഒരു വ്യക്തിയിൽ ഒരു ചെറിയൊരു മാറ്റം മാത്രമല്ല ഉണ്ടാകുന്നത്, വ്യാപകമായ ഒരു മാറ്റം നമുക്കവിടെ കാണാവുന്നതാണ്. വ്യക്തിയുടെ ചെയ്തികളിലും മനോഭാവത്തിലും അതുപോലെ തന്നെ അവൻ്റെ പേഴ്സണാലിറ്റിയിൽ പോലും മാറ്റങ്ങൾ ഉണ്ടാകാൻ ഇതുകൊണ്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഹി സേസ് ഇറ്റ് ഈസ് ഇവാലുവേറ്റഡ് ബൈ ദ ലേണർ.
ഇത്തരത്തിൽ പഠനം നടക്കുമ്പോൾ പഠനത്തിൻ്റെ ഫലമായി താൻ എന്തു നേടിയെടുത്തു അതിനെ വിലയിരുത്തുന്നത് കുട്ടി സ്വയം തന്നെയാണ്. ദ ലേണർ നോസ് വെദർ ഇറ്റ് ഈസ് മീറ്റിംഗ് ഹിസ് നീഡ്. അവൻ്റെ ആവശ്യങ്ങൾ അതെല്ലാം ശരിയായ രീതിയിൽ നടത്തിക്കാൻ ഈ പഠനം കൊണ്ട് സാധിച്ചുവോ എന്ന് കുട്ടി സ്വയം മനസ്സിലാക്കുന്നു. വെദർ ഇറ്റ് ലീഡ്സ് ടുവേർഡ്സ് വാട്ട് ഹി വാണ്ട്സ് ടു നോ, വെദർ ഇറ്റ് ഇല്ലുമിനേറ്റ്സ് ദ ഡാർക്ക് ഏരിയ ഓഫ് ഇഗ്നറൻസ് ഹി ഈസ് എക്സ്പീരിയൻസിങ്. സോ ഏതെങ്കിലും രീതിയിൽ അവന് അറിയാത്ത ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അജ്ഞതയുടെ അന്ധകാരമെല്ലാം അകറ്റിക്കൊണ്ട് അവിടെ അവന് ശരിയായ വെളിച്ചം വീണ് കിട്ടുന്നു എന്നതെല്ലാം കുട്ടി സ്വയമാണ് അവിടെ വിലയിരുത്തുന്നത്. ഇറ്റ്സ് എസൻസ് ഈസ് മീനിങ് ആൻഡ് വെൻ സച്ച് ലേണിംഗ് ടേക്സ് പ്ലേസ് ദ എലമെൻറ്റ് ഓഫ് മീനിങ് ടു ദ ലേണർ ഈസ് ബിൽറ്റ് ഓൺ ടു ദ ഹോൾ എക്സ്പീരിയൻസ്. സോ ഇവിടെ പുതിയ അറിവുകൾ പഴയ അറിവുകൾക്ക് മേൽ കൂടി അത് മുഴുവനുമായി ഒരു ഹോൾ എക്സ്പീരിയൻസ്, ഒരു അറിവായി തന്നെ കുട്ടിക്ക് സ്വാംശീകരിക്കാൻ സാധിക്കുന്നു. സോ ഇതാണ് ഇവിടെ 5 എലമെൻറ്റ്സ് ആയി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ക്വാളിറ്റി ഓഫ് പേഴ്സണൽ ഇൻവോൾവ്മെൻറ്റ്, കുട്ടിയുടെ പൂർണ്ണ പങ്കാളിത്തം, സെൽഫ് ഇനീഷ്യേറ്റഡ്, കുട്ടി തന്നെയാണ് അതിനെ മുഖ്യമായ പങ്കുവയ്ക്കുന്നത്, അല്ലെങ്കിൽ കുട്ടി തന്നെയാണ് അതിനെ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് പെർവേസീവ്, അതായത് വ്യാപകമായ ഒരു മാറ്റം കുട്ടിയിലുണ്ടാകുന്നു. എല്ലാ തരത്തിലും, ബിഹേവിയറിലും, അവൻ്റെ ആറ്റിറ്റ്യൂഡ്സിലും, അവൻ്റെ പേഴ്സണാലിറ്റിയിലും എല്ലാം മാറ്റങ്ങളുണ്ടാകുന്നു. പിന്നെ സെൽഫ് ഇവാലുവേഷനാണ് നടക്കുന്നത്. പിന്നെ ഇത്തരത്തിൽ നേടിയെടുക്കുന്ന അറിവെല്ലാം കൂടി ഒരു ഹോൾ എക്സ്പീരിയൻസ്, ഒരു വലിയ അറിവായി അവന് കൈമുതലായി വരുന്നു. ആൻഡ് ദ പ്രിൻസിപ്പിൾസ് ബിഹൈൻഡ് ദിസ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ലേണിംഗ് ടേക്സ് പ്ലേസ് വെൻ ദ സബ്ജക്ട് മാറ്റർ ഈസ് റെലവൻറ്റ് ടു ദ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ്. ഓരോ കുട്ടികളുടെയും താല്പര്യത്തിന് അനുയോജ്യമായ രീതിയിലാണ് അവിടെ വിഷയം അവതരിപ്പിക്കുന്നതെങ്കിൽ മാത്രമേ അവിടെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്നതുകൊണ്ട് അർത്ഥം ഉണ്ടാകുന്നുള്ളൂ. അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും അനുയോജ്യമായ പ്രവർത്തനങ്ങൾ നൽകി വേണം അനുഭവാധിഷ്ഠിത പഠനം നടത്തേണ്ടത്. Learning which is threatening to the self, example new attitudes or perspectives, are more easily assimilated when external threats are at a minimum. അതുപോലെ തന്നെ പലപ്പോഴും ഒരു പഠനം സാധ്യമാകണമെങ്കിൽ ചിലപ്പോഴെല്ലാം ഇൻറ്റേർണൽ ത്രെറ്റ്സ്, അതായത് ഭീഷണികൾ ഉണ്ടാകാം. ഇപ്പോൾ പുതിയൊരു അറിവ് സ്വാംശീകരിക്കുമ്പോൾ പഴയ അറിവിനു ചിലപ്പോൾ ചില രൂപമാറ്റങ്ങൾ സാധ്യമാകാം. സോ ഇറ്റ് ആക്ട്സ് ആസ് ആൻ ഇൻറ്റേർണൽ ത്രെറ്റ്. പക്ഷേ അത്തരം സാഹചര്യങ്ങളിൽ ഒരു എക്സ്റ്റേർണൽ ത്രെറ്റ് ഇല്ലെങ്കിൽ വളരെ ഈസിയായി തന്നെ ലേണിംഗ് നടക്കുന്നതാണ്. ഒരു എക്സാമ്പിൾ പറയാം. ഒരു അധ്യാപിക, വളരെ കർക്കശക്കാരിയായ ഒരു അധ്യാപിക, അല്ലെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അധ്യാപിക കുട്ടികളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പുതിയ അറിവുകൾ, ആശയങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവിടെ കുട്ടികൾക്ക് ഉറപ്പായും നല്ല രീതിയിൽ പഠനം നടത്താൻ സാധ്യമാകുന്നതല്ല. എന്നാൽ കുട്ടികളെ വളരെ ഫ്രീ ആയിക്കൊണ്ട് അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി അവരെ കണ്ടെത്തലുകൾ അവർക്ക് സ്വയം നടത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കിക്കൊണ്ടാണ് അവിടെ അധ്യാപനം നടത്തുന്നതെങ്കിൽ ഉറപ്പായും ഒട്ടും തന്നെ എക്സ്റ്റേർണൽ ത്രെറ്റ്സ് ഇല്ലാതെ, അതായത് പുറത്തുനിന്ന് ഒരു തരത്തിലുള്ള ഭീഷണിയുമില്ലാതെ, ബാഹ്യ ഭീഷണികളൊന്നും കൂടാതെ തന്നെ പഠനം സുഗമമായി നടത്താൻ കുട്ടികളെ കൊണ്ട് സാധിക്കും. സോ ലേണിംഗ് പ്രൊസീഡ്സ് ഫാസ്റ്റർ വെൻ ദ ത്രെറ്റ് ടു ദ സെൽഫ് ഇസ് ലോ. സോ ഇവിടെ ത്രെറ്റ് എന്ന് പറയുന്ന ഇൻറ്റേർണൽ സെൽഫ്, അതായത് ഇൻറ്റേർണൽ ത്രെറ്റ് ടു സെൽഫ്, സ്വയം ഉള്ളിലുണ്ടാകുന്ന ഭീഷണികളും, ഇപ്പോൾ ഉള്ളിലുണ്ടാകുന്ന ഭീഷണികൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് കാരണമാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ അവന് നേരിട്ടൊരു അപമാനം മൂലമായിരിക്കാം. സോ അത്തരത്തിൽ ഒരു ഇൻറ്റേർണൽ ത്രെറ്റ്, അതുപോലെ തന്നെ എക്സ്റ്റേർണൽ ത്രെറ്റ്, ഇത് രണ്ടും ഇല്ലാതാകുമ്പോൾ ലേണിംഗ് വളരെ ഈസി ആയിട്ട് തന്നെ നടക്കുന്നു. സെൽഫ് ഇനീഷ്യേറ്റഡ് ലേണിംഗ് ഈസ് എ മോസ്റ്റ് ലാസ്റ്റിംഗ് ആൻഡ് പെർവേസീവ്. പിന്നെ അദ്ദേഹം പറയുന്നു, കുട്ടികൾ സ്വയം മുന്നോട്ട് വന്നുകൊണ്ട് അവിടെ പഠനം അവർ സ്വയം സാധ്യമാക്കുകയാണെങ്കിൽ അത് എന്നും എല്ലാ കാലവും അവരുടെ ഉള്ളിൽ നിലനിൽക്കും. അതുപോലെ തന്നെ അതിനൊരു വ്യാപകമായ മാറ്റം സംഭവ്യമാക്കാനും സാധിക്കും. ആൻഡ് ദ റോൾ ഓഫ് എ ടീച്ചർ. റോജർ ഫീൽസ് ദാറ്റ് ഓൾ ഹ്യൂമൻ ബീയിങ്സ് ഹാവ് എ നാച്ചുറൽ പ്രൊപ്പൻസിറ്റി ടു ലേൺ. അദ്ദേഹം പറയുന്നത് എല്ലാ ജീവികൾക്കും, എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും ഒരു നാച്ചുറൽ പ്രൊപ്പൻസിറ്റി, അതായത് ഉള്ളിലൊരു പ്രവണതയുണ്ട് എന്നത് തന്നെയാണ്. അന്തർലീനമായ ഒരു താല്പര്യം, ഉള്ളിൽ തന്നെ ഒരു താല്പര്യമുണ്ട്, പഠിക്കാനുള്ള താല്പര്യം ഓരോ വ്യക്തിക്ക് ഉള്ളിലുമുണ്ട്. ആൻഡ് ദ റോൾ ഓഫ് എ ടീച്ചർ ഈസ് ടു ഫെസിലിറ്റേറ്റ് സച്ച് ലേണിംഗ്. സോ പഠിക്കാനുള്ള താല്പര്യം ഓരോ വ്യക്തിയിലും ഉണ്ടെങ്കിൽ ആ പഠിക്കാനുള്ള താല്പര്യത്തെ ഒന്നുകൂടി പ്രേരിപ്പിക്കാനും അതിനെ എല്ലാ രീതിയിലും പിന്തുണയ്ക്കാനും മാത്രമാണ് ഓരോ അധ്യാപകരും ശ്രമിക്കേണ്ടത്. ഇവിടെ അധ്യാപകർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ: 1, സെറ്റിംഗ് എ പോസിറ്റീവ് ക്ലൈമറ്റ് ഫോർ ലേണിംഗ്. പഠിക്കാനുള്ള ഒരു നല്ല ചുറ്റുപാട് ഒരുക്കി കൊടുക്കുക എന്നത് തന്നെയാണ്, ഒരു നല്ല സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നതാണ്. ഒട്ടും തന്നെ എക്സ്റ്റേർണൽ ത്രെറ്റ്സ് ഒന്നും കൂടാതെ കുട്ടികളോട് വളരെ ഫ്രീ ആയിക്കൊണ്ട് അവർക്ക് ഫ്രീഡം നൽകിക്കൊണ്ട് എക്സ്റ്റേർണൽ ത്രെറ്റ്സ് ഒട്ടും തന്നെ ഇല്ലാത്ത നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്ലാസ് റൂമിൽ സൃഷ്ടിക്കുക എന്നത് തന്നെ. നെക്സ്റ്റ് വൺ, ദ ക്ലാരിഫൈങ് ദ പർപ്പസ് ഓഫ് ദ ലേണേഴ്സ്.
പേർപ്പസസ് ഓഫ് ദ ലേണേഴ്സ്, ക്ലാരിഫൈങ് ദ പേർപ്പസസ്. അതായത് കുട്ടികൾക്ക് മുന്നിൽ പുതിയ ആശയങ്ങൾ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ആ ആശയങ്ങളിലൂടെ അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം സാധ്യതകൾ ഉണ്ടാകുമെന്നതിനെക്കുറിച്ച് കുട്ടികൾക്ക് വ്യക്തമായ ധാരണ നൽകേണ്ടതുണ്ട്. ഓർഗനൈസിങ് ആൻഡ് മേക്കിംഗ് അവൈലബിൾ ലേണിംഗ് റിസോഴ്സസ്, അതുപോലെ തന്നെ പഠന വസ്തുക്കൾ അല്ലെങ്കിൽ പഠനത്തിന് ഉപയോഗിക്കുന്ന മറ്റു സാമഗ്രികൾ അത് ശരിയായ രീതിയിൽ ക്രോഡീകരിക്കുന്നതിന് അധ്യാപകർ ശ്രമിക്കണം. ബാലൻസിങ് ഇൻ്റലക്ച്വൽ ആൻഡ് ഇമോഷണൽ കമ്പണൻസ് ഓഫ് ലേണിംഗ്. പിന്നീട് ചെയ്യേണ്ടത് കുട്ടികളിലെ ബുദ്ധിപരമായ വളർച്ചയെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടല്ല, അവരുടെ വൈകാരികതയെ കൂടി മാനിച്ചുകൊണ്ട്, അവരുടെ ഇമോഷൻസ്, വികാരങ്ങളെ കൂടി മാനിച്ചുകൊണ്ട് അവരിൽ പഠനം നടത്താൻ ശ്രമിക്കണം എന്നത് തന്നെയാണ്. And next one, he says sharing feelings and thoughts with learners but not dominating. So അദ്ദേഹം പറയുന്നു, കുട്ടികളുമായി നമുക്ക് നമ്മുടെ ഫീലിങ്സ് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ പങ്കുവെക്കാം, പക്ഷെ ഒരിക്കലും അവരെ ഡോമിനേറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് മുകളിലൊരു അവരെ ക്രൂശിക്കുന്ന രീതിയിൽ ഒരിക്കലും അവർക്ക് മുകളിലേക്ക് നമ്മൾ അഭിപ്രായങ്ങൾ ഇടരുത്. അവർക്ക് സ്വാതന്ത്ര്യം നൽകണം. ആൻഡ് റോജേഴ്സ് വ്യൂസ് ദ ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ ടു ലേണിംഗ് റാദർ ദാൻ ജസ്റ്റ് എ കൺവെയർ ഓഫ് നോളേജ്. സോ ഒരു നോളേജ് കൺവേ ചെയ്യാൻ അല്ലെങ്കിൽ നോളേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ഏജൻസി എന്നതിലുപരി ഒരു ടീച്ചർ ഒരു ഫെസിലിറ്റേറ്ററായി, ഒരു നല്ല പിന്തുണ നൽകുന്ന ആളായി വേണം കുട്ടികളെ സപ്പോർട്ട് ചെയ്യേണ്ടത്. സക്സസ് ഓഫ് ദ ടീച്ചേഴ്സ് ഇൻ ദ എബിലിറ്റി ടു ബിൽഡ് പോസിറ്റീവ് റിലേഷൻഷിപ്പ് വിത്ത് സ്റ്റുഡൻസ്. കുട്ടികളുമായി നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ എപ്പോഴും പഠനം വളരെ സുഗമമായി തന്നെ നടക്കും. അദ്ദേഹം പറയുന്നു 3 ആറ്റിറ്റ്യൂഡിനൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് അധ്യാപകരിൽ 3 തരത്തിലുള്ള മനോഭാവങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഒന്ന് റിയൽനെസ്, താൻ ആരാണോ അത്തരത്തിൽ തന്നെ ആയിരിക്കണം, തൻ്റെ റിയാലിറ്റിയെ കാണിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം അധ്യാപകർ എപ്പോഴും ക്ലാസ് എടുക്കേണ്ടത് എന്നത് തന്നെയാണ്. സോ കുട്ടികൾക്ക് മുന്നിൽ ഒരു പൊയ്മുഖം അണിഞ്ഞുകൊണ്ടല്ല, എന്താണോ താൻ ആ ഒരു സെൽഫ് ഇമേജ് പ്രസൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കണം കുട്ടികൾക്ക് മുന്നിൽ അധ്യാപകർ ഓരോ കാര്യങ്ങളും അവതരിപ്പിക്കേണ്ടത്. സോ അത്തരത്തിൽ ഒരു റിയാലിറ്റി അല്ലെങ്കിൽ ബീയിങ് റിയൽ അങ്ങനെ കുട്ടികൾക്ക് മുന്നിൽ എത്തുമ്പോൾ കുട്ടികൾക്കൊരു വിശ്വാസ്യത, അധ്യാപകരിൽ വിശ്വാസം ഉണ്ടാകാനും കുട്ടികളിൽ കൂടുതൽ പഠനത്തിന് ഒരു സാധ്യതയും ഉണ്ടാകുന്നു. പിന്നീട് പറയുന്നത് പ്രൈസിങ് എന്നതാണ്. ദാറ്റ് ഈസ് ആക്സെപ്റ്റിംഗ് ആൻഡ് ട്രസ്റ്റിംഗ്. അതായത് നമ്മുടെ മുന്നിൽ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾ എല്ലാവരും ഒരേ തരത്തിൽ തന്നെ പഠനത്തിൽ ഒരുപോലെ കൊണ്ടു എന്ന് വരില്ല. അതിൽ നിന്നും വ്യതിചലിക്കുന്നവരും ഉണ്ടാകാം. പഠനത്തിലോടൊപ്പം പോകുന്നവരോടൊപ്പം തന്നെ പഠനത്തിൽ നിന്നും വ്യതിചലിക്കുന്നവരും ഉണ്ടാകാം. ഈ 2 കൂട്ടരെയും ഒരുപോലെ തന്നെ നമ്മൾ സ്വീകരിക്കണം എന്നതാണ് പ്രൈസിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എ ടീച്ചർ ഷുഡ് കെയർ അബൌട്ട് ദിയർ സ്റ്റുഡൻസ് ആൻഡ് ആക്സെപ്റ്റ് ദിയർ ഫീലിംഗ്സ് റിഗാർഡ്ലെസ് ഓഫ് വെദർ ദേ അസിസ്റ്റ് ഓർ ഡിട്രാക്ട് ഫ്രം ലേണിംഗ്. സോ കുട്ടികൾ പഠിക്കുന്നുണ്ടോ, അവർ പഠനത്തിൽ ടീച്ചറെ സഹായിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വ്യതിചലിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കിയല്ല, ഏതൊരു കുട്ടിയാണെങ്കിലും അവരുടെ ഫീലിങ്സ്, അവരുടെ ചിന്തകളെയെല്ലാം നമ്മൾ മാനിച്ചുകൊണ്ട് അവരെ സ്വീകരിക്കേണ്ടതുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഹി സേസ് അബൌട്ട് എംപതി, അതായത് സമാനുഭാവം. കുട്ടികളോട് അണ്ടർസ്റ്റാൻഡിങ് ദ സ്റ്റുഡൻസ് പെർസെപ്ഷൻ ഓഫ് ലേണിംഗ് ആൻഡ് ദിയർ ഫീലിങ്സ്. അവരെങ്ങനെയാണ് വിദ്യാഭ്യാസത്തെ കാണുന്നത്, എങ്ങനെയാണ് പഠനത്തെ കാണുന്നത്, അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഫീലിങ്സ്, അവരുടെ മനോഭാവങ്ങളെയും അവരുടെ വികാരങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് വേണം പഠനം നടത്തേണ്ടത്. And the role of a student, according to Rogers, learning is facilitated when the student participates completely in the learning process and has control over its nature and direction. So അദ്ദേഹം പറയുന്നു, ലേണിംഗ് അല്ലെങ്കിൽ പഠനം നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ മുഖ്യമായൊരു പങ്ക് വഹിക്കേണ്ടത് വിദ്യാർത്ഥികൾ തന്നെയാണ്, സ്റ്റുഡൻസ്. അവർ തന്നെ വേണം മുന്നിട്ട് പഠനത്തിലേക്ക് ഇറങ്ങേണ്ടത്. സോ അവർ മുന്നിട്ട് പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ ശരിയായ രീതിയിൽ അവർ പങ്കുകൊള്ളുമ്പോൾ അവർക്ക് അവരുടെ പഠനത്തെ ശരിയായ രീതിയിൽ നിയന്ത്രിക്കാൻ സാധ്യമാകുമ്പോൾ ശരിയായ രീതിയിൽ തന്നെ പഠനം നടക്കുന്നു. ഇറ്റ് ഈസ് പ്രൈമർലി ബേസ്ഡ് അപ്പോൺ ഡയറക്റ്റ് കൺഫ്രണ്ടേഷൻ വിത്ത് പ്രാക്ടിക്കൽ, സോഷ്യൽ, പേഴ്സണൽ ഓർ റിസർച്ച് പ്രോബ്ലംസ്. അതുപോലെ തന്നെ കുട്ടികൾ ഇവിടെ ഡയറക്റ്റ് കൺഫ്രണ്ടേഷൻ, നേരിട്ട അനുഭവങ്ങൾ നേരിട്ട് ലഭ്യമാകുന്നതിലൂടെയാണ് കുട്ടികൾ പലപ്പോഴും അറിവുകൾ നേടുന്നത് എന്നും അദ്ദേഹം പറയുന്നു. ആൻഡ് സെൽഫ് ഇവാലുവേഷൻ ഇസ് എ ബെസ്റ്റ് മെത്തേഡ് ഓഫ് അസസിങ് പ്രോഗ്രസ് ഓർ സക്സസ്. ഓരോ അറിവും അല്ലെങ്കിൽ ഓരോ ആശയങ്ങളും നേടിയെടുത്തോ എന്നുള്ളതിന് കുട്ടികൾ സ്വയം തന്നെ വിലയിരുത്തുന്നതാണ് സെൽഫ് ഇവാലുവേഷൻ. അതാണ് ഇതിലേറ്റവും നല്ലതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. റോജേഴ്സ് ഓൾസോ എംഫസൈസ് ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ് ടു ലേൺ ആൻഡ് ഓപ്പൺനെസ് ടു ചേഞ്ച്. അദ്ദേഹം പറയുന്നു, ഓരോ കുട്ടിയും എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ലേണിംഗ് ടു ലേൺ, ഏത് രീതിയിലാണ് പഠിക്കേണ്ടത്, അതുപോലെ തന്നെ ഓപ്പൺനെസ് ടു ചേഞ്ച്, ഓരോ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മാറ്റങ്ങളെ അംഗീകരിക്കാനും ആ മാറ്റങ്ങൾക്കനുസരിച്ച് മാറാനും അവർ തയ്യാറാകണം.
സോ ദ അസസ്മെൻറ്റ് മെത്തേഡ്, അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് കുട്ടികൾ സ്വയം ഇത്തരത്തിൽ പഠനം നടക്കുന്നു എന്നതിനെക്കുറിച്ച് കുട്ടികൾ സ്വയമാണ് വിലയിരുത്തുന്നത്, സെൽഫ് ഇവാലുവേഷനാണ് നടക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു അധ്യാപിക എന്ന് പറയുമ്പോൾ ശരിയായ പിന്തുണയാണ് നൽകേണ്ടത്. കുട്ടികൾക്ക് എല്ലാ തരത്തിലും പിന്തുണ നൽകിക്കൊണ്ടാണ് ഇവിടെ പഠനം നടത്തേണ്ടത്. സോ ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ച് വെച്ചുകൊണ്ടുള്ള എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിൽ കൂടുതലായും കുട്ടികളുടെ ക്ഷേമം അല്ലെങ്കിൽ അവരുടെ അന്തസ്സിനെയും അവരുടെ മൂല്യങ്ങളെയും അംഗീകരിച്ചും അതിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുമാണ് ഇവിടെ പഠനം നടത്തുന്നത്. ആൻഡ് ദാറ്റ്സ് ഓൾ. താങ്ക് യു.